ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. യെസ്, എന്റെ കഴിഞ്ഞ കൊല്ലത്തെയും ഈ കൊല്ലത്തെയും അതിന് മുമ്പത്തെ കൊല്ലത്തെയൊക്കെ വരുമാനം ഞാൻ കാണിച്ചു തരാം. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. എല്ലാവരും കേട്ടോ. മറ്റേ പീഡഫൈൽ ചേട്ടൻ പറഞ്ഞില്ലായിരുന്നു 11 മാസം കൊണ്ട് ഞാൻ റിട്ടയർ ആയ കമ്പനി. ആ ചെറിയൊരു വൃദ്ധസദനം 2023 ഉണ്ടാക്കിയത് ഏകദേശം 729,160 പൗണ്ട്സ്. കുമാര തള്ളല്ല, സത്യമായിട്ടും പറയാ. അതുപോലെ തന്നെ 2024 ഉണ്ടാക്കിയത് 1.7 മില്യനും, ഏകദേശം ഇന്ത്യൻ റുപ്പി 21 കോടി വരും. താൻ പറയുന്നതൊക്കെ എനിക്ക് വിശ്വസിക്കാമോ? ഞാൻ പറയുന്നത് മാത്രമേ വിശ്വസിക്കാവൂ. അവിടത്തെ എല്ലാത്തരം ബിസിനസ്സുകളും അരച്ചിലക്കി കുടിച്ചവനല്ലേ അവൻ. നിങ്ങൾക്ക് വിശ്വസതയുള്ള, എനിക്ക് വിശ്വസതയുള്ള ആൾക്കാരെ, അതായത് ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സിനെ ടാഗ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇത് വന്ന് വെരിഫൈ ചെയ്ത് നിങ്ങളോട് പറയാവുന്നതേ ഉള്ളൂ. ഈ വക്കീലിനോടും വൈദ്യനോടും ഉള്ള കാര്യം മറച്ചു വെക്കരുതെന്ന ശാസ്ത്രം. അപ്പൊ തനിക്കും എന്നെ വിശ്വാസം ഇല്ല. പിന്നെ മറ്റേ ചേട്ടൻ പറഞ്ഞവരുടെ രണ്ടാമത്തെ അക്കൗണ്ട് സോപ്പും പത ഉണ്ടാക്കുന്ന കമ്പനി ഓട്ടോസ്പ എക്സ്പ്രസ്, അതിന്റെ അക്കൗണ്ട്സ് ഇപ്പൊ കാണിച്ചു തരാം. കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് മിണ്ടായിരുന്നപ്പോ മണ്ടയിൽ ചവിട്ടി മതിലിയാടാന്ന് വെച്ചു അല്ലേ? ചേട്ടൻ ചോദിച്ചായിരുന്നല്ലോ ആ കമ്പനിയിൽ എന്തുകൊണ്ടാണ് 0 എംപ്ലോയീസ് എന്നുള്ളത്. ആ കമ്പനി അധികം എമൗണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനിയെങ്കിലും എല്ലാത്തിനെയും ഒരേ കണ്ണുകൊണ്ട് കാണുന്ന നിന്റെ വെടക്ക് സ്വഭാവം ഉണ്ടല്ലോ, അതൊന്ന് ഉപേക്ഷിക്കും. അതായത് 109,320 ആണ് കഴിഞ്ഞ കൊല്ലം അത് ഉണ്ടാക്കിയത്. അത് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അത്രയും പൈസ ഉണ്ടാക്കാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. പക്ഷെ ഇതൊന്നും കൂടെ അതൊരു പേഴ്സണൽ ഇൻകം കൂടി എനിക്കുണ്ട്. ഇതായത് കണ്ടോ ഈ സംഭവം, ഇതെന്റെ ടാക്സ് ഫയൽ റിട്ടേൺ ആണ്. ഏകദേശം ഇന്ത്യൻ റുപ്പി 16 ലക്ഷം വരും. ഞാൻ എന്റെ പേഴ്സണൽ ടാക്സ് മാത്രം അടച്ചത്. 5 ഉണ്ടാക്കും, 30 ഉണ്ടാക്കും, 50 ഉണ്ടാക്കും, ഇല്ലാത്തവന് ഇവിടെ ഇങ്ങനെ മൂഞ്ചു. ഇതൊക്കെ ഇതേപോലെ വന്നിരുന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഇങ്ങനത്തെ പീഡഫൈൽസ് പറയുന്നത് നമുക്ക് തെളിയിക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. ഗോപാല, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും. 21 വണ്ടികൾ അതെന്റെ വീടിന് മുന്നിൽ കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണല്ലോ. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 വണ്ടി കിടപ്പുണ്ട്. മക്കളെ നാരായണ, എന്നോട് തന്നെ വേണോടാ അതിന്റെ ഈ കളി. എന്തൊരു കഷ്ടമാണോ നോക്കണത്. ഇതൊക്കെ നമ്മൾ വിറ്റതും വിൽക്കാനുള്ളതും വണ്ടികളാണ്. ഇതാ ഇതൊക്കെ ഞാൻ ഇതുവരെ വിറ്റിട്ടുള്ള എല്ലാ വണ്ടികളുടെ കണക്ക് മാത്രമുണ്ട്. ചേട്ടൻ എന്നെ കുറിച്ച് നാട്ടിലൊന്ന് അന്വേഷിച്ച് നോക്ക്. ഒരു ഇലക്ഷൻ നിന്നാ പുഷ്പം പോലെ ജയിച്ചു പോരും. അത്രയ്ക്ക് നല്ല പേരാ എനിക്ക് അവിടെ. ആ ഇൻകം വെരിഫൈ ചെയ്യാൻ വരുന്ന ചേട്ടന്റെ പുള്ളിക്ക് ഇത് കാണിച്ചു തരാം. പുള്ളി തന്നെ ഇതും പറഞ്ഞോ. ബാക്കി കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞ മറ്റേ MOT ഇല്ലാത്ത വണ്ടിയുടെ കേസ് ചേട്ടൻ ടീമോട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ വണ്ടി ഗ്യാരേജിൽ കിടക്കും എന്റെ കൂട്ടുകാരുടെ. അത് പൈസ കൊടുക്കാഞ്ഞിട്ട് കിടക്കുകയല്ല, അത് അതിന് പാർട്സ് കിട്ടാത്തോണ്ട് കിടക്കുക. പുതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ. എടാ കൊച്ചനെ, നീ കൂടുതൽ നേളിക്കരുത്. ഓട്ടോസ്പാടെ 20 ലക്ഷം രൂപയുടെ സ്കാം. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി പാടോ, ഞാൻ വെല്ലുവിളിക്കുന്നത് തന്നെ. അതായത് ആ വണ്ടി ഞാൻ കൊടുക്കുന്നത് ഇവിടുത്തെ UK-ൽ 18,000 19,000 പൗണ്ട് തന്നെയാണ്. അതിൽ തെറ്റൊന്നുമില്ല. തൊട്ടടുത്തെടുത്തിക്കൊണ്ട് പറയാല്ല, ഇതുപോലെ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു ബിസിനസ്മാനെ ഞാൻ എന്റെ ജീവിതത്തിലും കണ്ടിട്ടില്ല. 10-17 പേര് എന്റെ ഫ്രാഞ്ചൈസി എടുത്ത് നിൽക്കുന്നുണ്ട്. ഇവര് മുന്നോട്ട് വന്ന് പറയട്ടെ ഞാൻ എത്ര പേരുടെ ഇതുവരെ ഫുൾ എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നും എത്ര പേരുടെ ഇത് ഇക്വിറ്റി ചാർജ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത്? ഇതല്ലെങ്കിൽ ഇവർ കമന്റ് സെക്ഷനിൽ വന്ന് പറയട്ടെ ഓട്ടോസ്പോഡ് ആൾക്കാർക്ക് ചാൻസ് ഉണ്ടല്ലോ. സ്കാമാന്ന് പറയുന്ന കുണ്ണുകൾ പറഞ്ഞത് ഞാൻ കേൾക്കാൻ പോകണില്ല. എന്തായാലും അണ്ണന്റെ നകളി പിത്തരക്കായ സ്ഥിതിക്ക് കാര്യങ്ങൾ കലിപ്പില്ലാതെ പറയാ. ഞാനൊരു 3 ആലിഗേഷൻ പറഞ്ഞായിരുന്നു അൻവിന്റെ അടുത്ത്. അൻവിൻ ആകെ പറയാനുള്ളത് അൻവിന്റെ P&L കഥയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് തനിക്ക് വിശ്വാസമായിട്ടില്ല. ഇല്ല, UK-ൽ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം P&L പബ്ലിക് ആയിട്ടുള്ള സാധനമാണ്. എന്തിനും ഒരു ലോജിക്ക് വേണമല്ലോ. എവിടേക്കോ ചില സംശയങ്ങൾ എനിക്കും ഇല്ലാതില്ല. ഞാൻ കാണിക്കട്ടെ, ഞാൻ എക്സൽ കാണിക്കട്ടെ. എനിക്കൊരു കമ്പനി ഉണ്ട്, 10 കോടിയാണ് എന്റെ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് ഞാൻ കാണിക്കട്ടെ. അതെയോ പൊട്ടും കളിക്കരുത് കേട്ടോ. അപ്പൊ ഒരിടവും സാധനം എടുത്ത് വലിക്കില്ലേ? ഒരു എക്സൽ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റാത്ത കാര്യമാണോ? എടാ എന്റെ പൊന്നു മോൻ അൻവിനെ നീ UK-ൽ അക്കൗണ്ട്സ് കാണിക്കേ. നമ്മുടെ ഇത്ര നേരത്തെ പെർഫോമൻസ് വെറുതെ പോയടാ. അല്ലേലും ഇന്നത്തെ ദിവസം പോക്ക. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.